ഹലോ ചക്രാസ്, എന്നുണ്ട് വിശേഷം? സുഖാണോ? ഞാനാണെങ്കിൽ ഇന്ന് 2 ഫൈനാൻസ് ടീം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഷോക്ക് അടിച്ച പോലെ ഇരുന്ന് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നിങ്ങളെടുക്കുക അത് ഷെയർ ചെയ്തേക്കാന്ന്. ഞാൻ 2015 സെപ്റ്റംബറിൽ UK കാലുകുത്തി കഥ പറയടാ. സോ ആ ടൈമിൽ ഞാൻ ഒരു അടിപൊളി ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് തേഞ്ഞൊട്ടിരിക്കുന്ന ടൈമാണ്. എന്ത് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ആകെ മൊത്തം എൻ്റെ ജീവിതം ഇവിടെ തീർന്നു, ഇനി എനിക്ക് വേറൊരു ജീവിതം ഇല്ല എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് 1 മാസത്തിനുള്ളിൽ 5-6 കിലോ വെയിറ്റ് ഒക്കെ കുറഞ്ഞ് എൻ്റെ അമ്മയൊക്കെ പേടിച്ചു കേട്ടോ. ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ പോയിട്ട് ഭയങ്കര ദുരന്തമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ ദൃഢമായിട്ട് തീരുമാനിക്കുന്നു, ഓക്കെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യും. അപ്പം അതിനു മുന്നേ എനിക്ക് UK വന്നെ അബ്രോഡ് പോയി പഠിക്കണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അത് പല കാരണങ്ങൾ കൊണ്ട് അതങ്ങ് നടന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനിയിപ്പോൾ എന്തായാലും ബ്രേക്കപ്പ് ആയി. അപ്പൊ എന്റെ ചേട്ടൻ പറഞ്ഞു ഇനി നീ നിനക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുന്നത്. അപ്പൊ ചേട്ടായി പറഞ്ഞാൽ ഞാൻ അത് കേട്ടിട്ട് ഞാൻ വിചാരിച്ചു UK പോയി പഠിക്കാമെന്ന്. അങ്ങനെ UK പോയി പഠിക്കാൻ വേണ്ടിയിട്ട് ആസ് യൂഷ്വൽ നമ്മൾ ഏജൻസിയുടെ അടുത്ത് പോകുന്ന പോലെയൊക്കെ ഏജൻസിയുടെ അടുത്ത് പോയി അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവസാനം ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു. എഡിൻബറ നേപ്പിയർ യൂണിവേഴ്സിറ്റി. ഇവിടെ അഡ്മിഷൻ കിട്ടുന്നു. സെപ്റ്റംബർ 2015 ഞാൻ ഇങ്ങോട്ട് വരാൻ തീരുമാനിക്കുന്നു. അപ്പൊ ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞ് അതിന്റെ തലേ ദിവസമായിട്ടും എനിക്ക് അക്കോമഡേഷൻ ആയിട്ടില്ല സുഹൃത്തുക്കളെ. എനിക്കിവിടെയാണെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞിനെ പോലും പരിചയമില്ല. കംപ്ലീറ്റ് സ്ട്രേഞ്ച് ഏരിയ. പക്ഷെ ഭയങ്കര ധൈര്യം കേട്ടോ, കാരണം ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണല്ലോ, ജീവിതം തീർന്നല്ലോ. അപ്പൊ പിന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ എൻ്റെ ലൈഫിൽ. ഞാൻ മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല, ആ ഒരു മൂഡിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, 21 തീയതി ഒരു പാൽക്കാരി പെൺകുട്ടി UK ഫ്ലൈറ്റ് കയറുകയാണ്. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നു. കേരളത്തിന് പുറത്തു പോയിട്ടില്ല, ഇംഗ്ലീഷ് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ല. അങ്ങനെ ഒരുപാട് കഴിവുകളായിട്ടാണ് ഞാൻ ആ ടൈമിൽ ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറുന്നത്. കയറി കഴിഞ്ഞ് ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ആ ടൈമിൽ കുറേ സ്ഥലങ്ങളിലും ഇതിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുമായിരുന്നു, അക്കോമഡേഷൻ ഉണ്ടോ എന്ന്. അപ്പൊ എന്റെ ഏജൻസിക്ക് അറിയാം എനിക്ക് അക്കോമഡേഷൻ ആയിട്ടില്ല, ഈ കൊച്ചു അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു ദൈവത്തിന് അറിയാം. അവരുടെ ഏജൻസിയിലും മിഥുൻ ചേട്ടൻ എനിക്ക് അവിടുന്ന് നേരത്തെ കയറി പോയ ഒരാളെ എനിക്ക് പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു, രതീഷ് എന്നാട്ടോ പേര്. അപ്പൊ രതീഷ് ഓൾറെഡി UK പക്ഷെ സ്കോട്ട്ലൻഡിലല്ല, ഇവിടെ നിന്ന് 4-5 മണിക്കൂർ അകലെയാണ്. അപ്പൊ പുള്ളിയാണെങ്കിൽ പുള്ളിയും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ അമ്മേനെ വിളിച്ചു പറയാണ്. അന്ന് ഞാൻ കോയിൻ ബോക്സിൽ 1 പൗണ്ട് കോയിൻ ഇട്ടിട്ട് വിളിക്കുന്നത്. ഇന്ന് എനിക്ക് ആ ഫെസിലിറ്റി ഉണ്ടോ എന്ന് അറിയില്ല. അന്നിങ്ങനെ വാട്സപ്പ് അത്ര ഫേമസ് അല്ല, നമ്മുടെ പാരന്റ്സിന്റെ കയ്യിലൊന്നും ഇല്ല അന്ന് വാട്സപ്പ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് രതീഷിന്റെ ഒരു മെസ്സേജ് വന്നു. അന്ന് എനിക്ക് ലൈക്ക സിം ഉണ്ടായിരുന്നു, എനിക്ക് ഞാൻ വിസയുടെ ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. യുവർ അക്കോമഡേഷൻ ഈസ് റെഡി. I think we all need to believe in miracles എന്നൊക്കെ പറയണല്ലോ. I think I need to again start to believe in miracles. അക്കോമഡേഷൻ റെഡി ആയെന്ന് പറഞ്ഞിട്ട് വന്നു. അത് കഴിഞ്ഞ് ക്യാബ് എടുത്തു, അവിടെ പോയി ചെന്ന് തുറന്നു കഴിഞ്ഞപ്പം ഒരു വൈറ്റ് ആള് നമുക്ക് അതിൽ തുറന്നു തന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി. ആൻഡ് അയാൾ പറഞ്ഞു ഹായ്, ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ എന്റെ കണ്ണുകൾ പരിതോടെ, അയ്യോ ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടാവുമായിരിക്കും. നമുക്ക് പേടിയല്ലേ. നമ്മൾ ഗേൾസ് ഹോസ്റ്റലിലൊക്കെയാണ് നിന്നിട്ടുള്ളത്. കൂടുതലും ഗേൾസ് ഹോസ്റ്റലാണ് നിന്നിട്ടുള്ളത്. 6 മണിയാവുമ്പോൾ സിസ്റ്റേഴ്സ് റൂമിന്റെ ഉള്ളിൽ കയറണം എന്ന് പറയും. 21 വയസ്സേ ഉള്ളൂ. അന്ന് ഗൂഗിളും ഇതൊന്നും അത്ര ഫേമസ് അല്ല, പക്ഷെ ഭയങ്കര ധൈര്യവും കോൺഫിഡൻസുമാണ്. കുറച്ചു കഴിയുമ്പോൾ വേറെ ആൾ വന്നു, ഒരു സ്പാനിഷ് ആയിരുന്നു. അയാൾ വന്നിട്ട് പറഞ്ഞു അയാൾ ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ എനിക്ക് കുറച്ച് പേടിയായി കേട്ടോ, കാരണം ഇവന്മാർക്ക് എന്നെക്കാളും ഹൈറ്റും ഉണ്ട് വെയിറ്റും ഉണ്ട്. എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, പക്ഷെ ഇവന്മാർക്ക് എന്നെക്കാളും ഹൈറ്റും ഉണ്ട് വെയിറ്റും ഉണ്ട്, നല്ല ആരോഗ്യവും ഉണ്ട്. എന്നെ കണ്ട പട്ടി കഞ്ഞി കുടിക്കില്ലെങ്കിലും ആ ടൈമില് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ, അയ്യോ ഞാൻ സേഫ് ആണോ എന്നുള്ളൊരു ഫീൽ ഉണ്ടാവുമല്ലോ. എനിവേസ് എനിക്ക് എങ്ങനെയെങ്കിലും റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്റെ സാധനങ്ങളെല്ലാം വെച്ചിട്ട് എനിക്കൊന്ന് കിടന്നുറങ്ങണം. കാരണം 20 മണിക്കൂറായിരുന്നേ ഫ്ലൈറ്റ് ജേർണി ഉണ്ടായിരുന്നത്. ചീപ്പ് ഫ്ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രീലങ്കയിൽ നിന്ന് ലണ്ടനിലേക്കാണ് ഫ്ലൈറ്റ് എടുത്തത്. സോ ഇറ്റ് വാസ് എ വെരി ലോങ് ജേർണി. അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയെങ്കിലും റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് വാതിൽ കുറ്റിയിടാൻ വേണ്ടി നോക്കിയപ്പോൾ വാതിലിന് കുറ്റിയില്ല മക്കളെ. UK റൂമിന് വാതിലിന് ലോക്സ് ഇല്ല. ആ സത്യം ഞാൻ മനസ്സിലാക്കിയാണ്. പിന്നെ ഞാൻ എൻ്റെ മനസ്സിന് പറഞ്ഞ് ഇങ്ങനെ ട്രൈ ചെയ്യണം മനസ്സിലാക്കിപ്പിക്കാൻ. അബ്രോഡുള്ള ആളുകൾ അങ്ങനെയല്ല, അവരിങ്ങനെ നോക്ക് ചെയ്തിട്ട് എക്സ്ക്യൂസ് മീ ഒക്കെ ചോദിച്ചിട്ടേ അകത്തേക്ക് വരത്തുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സിന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. പക്ഷെ എൻ്റെ മനസ്സ് അടങ്ങുന്നില്ല. എൻ്റെ മനസ്സിന് ഭയങ്കര പേടിയും സ്ട്രെസ്സും. എന്നെമാരെന്തെങ്കിലും ചെയ്താലോ. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ എൻ്റെ ലഗേജ് എല്ലാം കൂടിയിട്ട് വാതിലിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഞാൻ ബെഡിൽ വന്നിട്ട് ഞാനിങ്ങനെ മൂടിക്കിടന്ന് ഉറങ്ങി. ഞാനൊന്ന്
രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ഇവരെൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നു. ഭയങ്കര നൈസായിട്ടുള്ള ആൾക്കാരായിരുന്നു. സ്പാനിഷും സ്കോട്ടിഷും ആയിരുന്നു. ദേ വർ സോ നൈസ് ടു മീ. അവരെനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അടുത്തുള്ള ഷോപ്സ് എന്താണ്, നിങ്ങൾക്ക് രാവിലെ കഴിക്കാൻ പറ്റുന്ന ഫുഡ് എന്താണ്, പിന്നെ ഇന്ത്യയിലെ കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ദേ വർ സോ നൈസ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ദ ഫസ്റ്റ് ഡേ ഇൻ ദ UK. എങ്ങനെയുണ്ട്?